ഹായ്, വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിന് ഷുഗർ 1/2 കപ്പ് കാരമലൈസ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ്, റൈസിൻസ്, ബദാം, പിസ്തയൊക്കെ ഉണ്ട്. ഇത് റമ്മിൽ സോക്ക് ചെയ്ത ടൂട്ടി ഫ്രൂട്ടി ആൻഡ് റൈസിൻസ് ആണ്. 3 മാസം മുന്നേ സോക്ക് ചെയ്ത് വെച്ചതാണ്. വനില എസൻസ്, എഗ്ഗ്, പൗഡർ ഷുഗർ, മൈദ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കാരമലൈസ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട, വെറുതെ ഷുഗർ മാത്രം ചേർത്ത് ചൂടാക്കുമ്പോൾ മെൽറ്റായിട്ട് വരും. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഗോൾഡൻ കളറിൽ കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ അത് തീ ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് മെൽറ്റാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഒത്തിരി നേരം വെച്ചിരുന്നാൽ കയ്പ്പാകും, കരിഞ്ഞു പോകും. അപ്പോൾ ഗോൾഡൻ കളറിൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ചൂടിൽ കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആയി കിട്ടും. അപ്പോഴേക്കും വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ മാറി നിൽക്കണം, അല്ലെങ്കിൽ തെറിച്ച് വീഴും. ഇനി ലൂസാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പൊടികളാണ്. മൈദ 1.5 കപ്പ് എടുക്കുന്നുണ്ട്. ഒന്നര കപ്പ് മൈദ. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ, ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഈ ഒരളവിലാണ് ചേർക്കുന്നത്. സാധാരണ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഫസ്റ്റ് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഇനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, പിന്നെ ഒരു കേക്കിൽ ചേർക്കുന്ന ഒരു ജീരകമുണ്ട്, അത്. ഇത് ഗ്രാമ്പൂണ്. ഗ്രാമ്പൂ നന്നായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. സിന്നമനും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക്, ഈ ജീരകം ഒന്ന് ക്രഷ് ചെയ്ത് ചതച്ചത് മാതിരി എടുക്കണം. അത് തന്നെ ഇതിനകത്ത് മെയിനായിട്ടും ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കേക്കിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്ന ഒരു സാധനമാണത്. അത് ചേർത്താലേ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അത് പൊടിച്ച് വെച്ചതാണ്. നന്നായിട്ട് പൊടിയണ്ട, ഒരുവിധം പൊടിഞ്ഞാൽ മതി. അതൊരു ഗ്രാമ്പുണ്ട്. ഗ്രാമ്പൂ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല, മാറ്റിയിട്ട് ഗ്രാമ്പൂ വേറെ പൊടിച്ച് ചേർക്കാം. ഇതിലേക്ക് സിനമനും ഗ്രാമ്പൂ പൊടിച്ചതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനാണ് ഈ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. ഇനി ബട്ടർ 2 ടീസ്പൂൺ ബട്ടർ ഉണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് പൗഡർ ഷുഗറുമായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടർ ഇത്രയും ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഈ അളവിലെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഓരോ എഗ്ഗ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. ഇത് ഞാൻ സ്പീഡിലിടുന്നത് ടൈം സേവ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഇത് ശരിക്കും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നോക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ വേണമെന്നില്ല, ഇത് നമുക്ക് മിക്സിയിലും ചെയ്യാം. അപ്പം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർക്കണമെന്നേ ഉള്ളൂ.
വാനില എസൻസ് ചേർക്കുക. മുട്ട ഓരോന്നായിട്ട് ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ കൂടെ വാനില എസൻസും ആഡ് ചെയ്യുക. അപ്പോൾ മുട്ടയുടെ മണം ഉണ്ടാവില്ല. ഞാൻ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന പ്ലം കേക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഒരുപാട് റെസിപ്പി ഞാൻ നോക്കി, അതിൽ കുറേയൊക്കെ ഫ്ലോപ്പായി പോയി. പിന്നെ ഞാൻ ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതിൽ റമ്മിൽ സോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ഓറഞ്ച് ജ്യൂസ് യൂസ് ചെയ്യാം. ഓറഞ്ച് ജ്യൂസിൽ ഇത് മിക്സ് ചെയ്ത് വെക്കാം. റൈസൻസും ടൂട്ടി ഫ്രൂട്ടി ഏത് ചെറീസൊക്കെ യൂസ് ചെയ്യാം. ഡേറ്റ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല. കാരമലൈസ് ചെയ്ത ഷുഗർ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് മൈദ കുറേശ്ശെ ചേർത്ത് ഇളക്കിയെടുക്കാം. വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത്. ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത റൈസൻസും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർക്കാം. ഇതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. അത് നല്ലൊരു ഫ്ലേവർ തരും. ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ ആ വെള്ള പാടയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലി മാത്രം ചെറുതായിട്ട് അരിഞ്ഞ് ഷുഗർ സിറപ്പിൽ വന്നിട്ട് ഇതാക്കി സോക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മിക്സിലേക്ക് ചേർത്താൽ മതി. മൈദയിൽ കോട്ട് ചെയ്ത നട്ട്സൊക്കെയാണ്. ഇത് ഒത്തിരി അങ്ങ് താന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഇതല്ലാതെ ഡയറക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ പോയി കിടക്കും എല്ലാം. ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സായി കിടന്നോളൂ. അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടിന്നിലേക്ക് ഒഴിച്ച് കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ബട്ടറൊക്കെ തേച്ച് ഗ്രീസ് ചെയ്ത് വെച്ച ടിന്നാണ്. ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് അതിൻ്റെ എയർ കളഞ്ഞിട്ട് ഒഴിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇടയിൽ ഗ്യാപ്പ് വരും. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഫുള്ളും ബാറ്ററും ഒഴിച്ചു. ഇനി നന്നായി ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇത് പാത്രത്തിലാണ് വെക്കുന്നത്, സ്റ്റൗവിൽ. ഇതുപോലത്തെ ഒരു പാൻ എടുക്കുക. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിൽ വയ്ക്കാം. നല്ലതായിട്ട് പ്രീ ഹീറ്റ് ചെയ്തതാണ്. നല്ല ചൂടുണ്ട് പാത്രത്തിന്. ഇത് 1 ഹവറെങ്കിലും വേണ്ടി വരും ഇത് ബേക്കായി കിട്ടാൻ. സ്റ്റൗവിലാകുമ്പോൾ അത്രയും ടൈം എടുക്കും. ഓവനിലും വെക്കാം. ഓവനിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈസി. കേക്ക് ബേക്കായിട്ടുണ്ട്. കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കൂ, അത് സ്പോഞ്ച് കേക്കിൻ്റെ അത്രയും സോഫ്റ്റ് ഇല്ല, കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ചേരുവകളെല്ലാം കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടും. നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് ഇട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർത്താൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. കേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് എല്ലാവരും സ്വന്തമായിട്ട് കേക്കുകളൊക്കെ ബേക്ക് ചെയ്യുക. ഈ നട്ട്സ് ഞാൻ ഇപ്പോൾ എടുത്ത് മുകളിൽ വെച്ചതാണ്. നേരത്തെ വെച്ച നട്ട്സൊക്കെ താഴേക്ക് പോയി. അപ്പോൾ മെറി ക്രിസ്മസ്.